ജൂൺ 3 വിശുദ്ധ ചാൾസ് ലവാംഗയും കൂട്ടരും. രക്തസാക്ഷികൾ. ചാൾസ് ലവാംഗ 1860 ജനുവരി 1 യുഗാണ്ടയിൽ ജനിച്ചു. മരണം 1886 ജൂൺ 3. ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളിലും കത്തോലിക്ക യുവാക്കളുടെയും കത്തോലിക്ക പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനാണ് 22 യുഗാണ്ടൻ രക്തസാക്ഷികളിൽ പ്രസിദ്ധനായ ചാൾസ് ലവാംഗ. അദ്ദേഹമാണ് യുഗാണ്ടൻ രാജാവായ മുവാംഗയുടെ വർഗവിരുദ്ധമായ പാപാധിനിവേശത്തിൽ നിന്ന് 13-നും 30-നും മധ്യയുള്ള തൻ്റെ യുവാക്കളെ സംരക്ഷിക്കുകയും ജയിലിൽ വെച്ച് അവരെ കത്തോലിക്ക വിശ്വാസം അഭ്യസിപ്പിക്കുകയും ചെയ്തത്. അസാൻമാർഗിക പ്രവൃത്തിക്ക് സമ്മതിക്കാത്തതിനും സ്നേഹിതരുടെ വിശ്വാസം കാത്തുരക്ഷിച്ചതിനും ശിക്ഷയായി മുവാംഗയുടെ ആജ്ഞപ്രകാരം ചാൾസ് ലവാംഗ 1886 ജൂൺ 3 ദഹിപ്പിക്കപ്പെട്ടു. മാവുളഗുങ്കു എന്ന പ്രധാനിയുടെ ഭവനത്തിൽ വെച്ചാണ് ചാൾസ് ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി പരിചയപ്പെട്ടത്. കൊട്ടാരഭൃത്യരിൽ പ്രധാനിയായ ജോസഫ് മക്കാസയുടെ സഹായത്താലാണ് ഈ നവശിഷ്യൻ രാജഭവനത്തിലെത്തിയത്. മുവാംഗയുടെ അശുദ്ധ താൽപ്പര്യങ്ങളെ ചെറുക്കുവാൻ പ്രോത്സാഹിപ്പിച്ചത് തന്നെയാണ് മക്കാസ രക്തസാക്ഷിത്വം വരിച്ചത്. ആ രാത്രിയാണ് ചാൾസ് ജ്ഞാനസ്നാനം ചോദിച്ചു വാങ്ങിയതും. ചാൾസിൻ്റെ ധൈര്യമാണ് സ്നേഹിതന്മാരെ ദൈവവിശ്വാസത്തിലും വിരക്തിയിലും ഉറപ്പിച്ചു നിർത്തിയത്. 1964 ഒക്ടോബർ 18 6 പൗലോസ് മാർപ്പാപ്പ 22 യുഗാണ്ടൻ യുവ നീഗ്രോ രക്തസാക്ഷികളെ വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു. യുഗാണ്ടയിലെ മറ്റ് രക്തസാക്ഷികൾ: അക്കില്ലയൂസ് കെവാനുക്ക, അഡോൾഫസ് ലുഡിക്കോ മക്കാസ, അംബ്രേക്കി ബുക്ക, അനറ്റോൾ കിരിഗുവാജോ, അത്തനേഷ്യസ് ബട്ഷെ കുക്കറ്റ, ബ്രൂണോ സെറോൺകുമ, ഗോൺസാഗ ഗോൺസ, ജെയിംസ് ബുഷാബാലിയാസ്, ജോൺ മരിയ മുസൈ, ജോസഫ് മക്കാസ, കിഴീറ്റോ, ലൂക്കു ബനാബാക്കിയൂട്ട്, മത്തിയാസ് മലുംബ, മത്തിയാസ് മുറുംബ, ബാഗ ടുഷിൻ്റെ, മുഗാഗ, മുക്കാസ കിരി വാവാൻവു, നോവെ മവഗാലി, പോൺസിയൻ നഗോൺവെ, ചാൾസ് ലവാംഗ, ഡൈനീഷ്യസ് സെബുഗുഗുവാവ്, ജ്യാവിരെ. വചനം: അപ്പസ്തോല പ്രവർത്തനങ്ങൾ 28-ാം അധ്യായം 8-9 വാക്യങ്ങൾ. പുബ്ലിയൂസിൻ്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു. പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗികളും അവൻ്റെ അടുക്കൽ വന്ന് സുഖം പ്രാപിച്ചുകൊണ്ടിരുന്നു. വിചിന്തനം: ഒരു കൂട്ടം യഹൂദരുടെയും മതഭ്രാന്തന്മാരുടെയും മർദ്ദനമേറ്റ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഉപരിവിചാരണയ്ക്ക് റോമിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് കൽപ്പനയുണ്ടായി. കപ്പലിൽ പോകുമ്പോൾ കൊടുങ്കാറ്റിൽ കപ്പൽ നാശമുണ്ടായി മാൾട്ടയിൽ പൗലോസും കൂട്ടരും എത്തപ്പെട്ടു. മഴക്കാലമായതിനാൽ തണുപ്പകറ്റുവാൻ വേണ്ടി വിറകുകൾ കൂട്ടി തീയിട്ടു. അപ്പോൾ ഒരു അണലിപ്പാമ്പ് പൗലോസിൻ്റെ കയ്യിൽ ചുറ്റി. അവൻ അതിനെ കുടഞ്ഞ് തീയിലേക്കിട്ടു. പൗലോസ് മരിക്കായികയാൽ ആളുകൾ പറഞ്ഞു, ഇവൻ സത്യമായും ഒരു ദേവൻ തന്നെ. ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കപ്പെടേണ്ട സമയമായിരുന്നു അത്. ദ്വീപിലെ പ്രമാണിയായ പുബ്ലിയൂസിൻ്റെ പിതാവിന് രോഗസൗഖ്യം നൽകുവാൻ ദൈവം പൗലോസിനെ വിനിയോഗിച്ചു. ആ നിമിഷം തന്നെ അനേകം ആളുകൾ കടന്നു വരികയും അവരും രോഗസൗഖ്യം പ്രാപിച്ചു. അങ്ങനെ പൗലോസ് യേശുവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുവാനിടയായിത്തീർന്നു. പൗലോസിൻ്റെ ആ പ്രവൃത്തിയിലൂടെ മാൾട്ടയിലെ സകലരും മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ കടൽക്കരയിലുണ്ടായിരുന്ന രോഗസൗഖ്യം കിട്ടിയ കുറച്ചു പേർ മാത്രമാണ് യേശുവിനെക്കുറിച്ച് അറിഞ്ഞത്. ഇത് തന്നെയാണ് ഇന്ന് ആഫ്രിക്കയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചാൾസ് ലവാംഗ കൊട്ടാരത്തിലെ പ്രധാനിയിൽ നിന്നും നേടിയെടുത്ത വിശ്വാസം അതവൻ തൻ്റെ ജീവിതം കൊണ്ട് രചിച്ചു കാണിച്ചപ്പോൾ ജയിലറയിൽ കിടന്നവരെ കൂടി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. അവനോടൊപ്പം രക്തസാക്ഷിത്വം വരിക്കാൻ അങ്ങനെ 22 പേർ തയ്യാറായി. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആഫ്രിക്കയിലെ രക്തസാക്ഷിത്വത്തിന് കുറവ് വരുന്നില്ല. നാം പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും വായിച്ചറിയുന്നുണ്ട് മതഭ്രാന്തന്മാരാൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം. അവർക്ക് എവിടുന്ന് ഈ ശക്തി ലഭിക്കുന്നു? എങ്ങനെ അനേകം ക്രിസ്ത്യാനികൾ വീണ്ടും വീണ്ടും രൂപം കൊള്ളുന്നു? അതാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം, സ്നേഹത്തിൻ്റെ സന്ദേശവും. ഇപ്പോൾ സമാധാനത്തിലായിരിക്കുന്ന നാം പീഡനമനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു.